ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് തക്കാളിയൊക്കെ വീട്ടിൽ ഒരുപാട് വാങ്ങി സൂക്ഷിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളിക്ക് വിലക്കുറവുള്ളപ്പോൾ സമയത്തൊക്കെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ തക്കാളി അച്ചാർ. അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ചട്നി എന്നൊക്കെ പറയും കേട്ടോ. ചട്നി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം, അതുപോലെ തന്നെ അച്ചാറായിട്ട് ഇത് ഉപയോഗിക്കാം. അതിൻ്റെ പേരിലാണ് ഇത് രണ്ട് പേരും തന്നെ ഉള്ളത് കേട്ടോ. വളരെ രുചികരമായിട്ട് തയ്യാറാക്കി വെച്ചിട്ട് ഏകദേശം ഒരു 1.5 മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒരു നല്ല നല്ല ഡീറ്റെയിൽസും ടിപ്സും ഒക്കെ ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതിൻ്റെ പേരിലാണ് കേട്ടോ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ തക്കാളി ചട്നി അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 700 ഗ്രാം അളവിൽ തക്കാളി എടുത്തിട്ട് ഓരോ തക്കാളിയും 4 പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് അധികം പുളിയില്ലാത്ത നമ്മുടെ നാടൻ തക്കാളി ഇതിന് വേണ്ടി എടുക്കരുത്. അതിൽ നല്ല പുളിയുള്ളതാണ്. അതല്ലാതെ ഉള്ള നമ്മൾ വാങ്ങുന്നില്ല തക്കാളി, ആ ഒരു തക്കാളി വേണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതിയാവും. ഒരുപാട് അങ്ങനെ ചെറിയ പീസാക്കണം എന്നില്ല, ഒരുപാട് ചെറിയ പീസാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തക്കാളി എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് പുളിയും കൂടി, അതായത് ഒരു 25 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ പുളി എടുത്തിട്ടുള്ളത്. നമ്മുടെ തക്കാളിയുടെ ആ ഒരു പുളിപ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ പുളി എടുക്കാനായിട്ട്. വാളൻ പുളിയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് നമ്മുടെ പുളിയും കുരു ഉണ്ടല്ലോ, ആ കുരുവൊന്നും ഇല്ലാതെ അതെല്ലാം എടുത്ത് മാറ്റിയേക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. കാരണം പിന്നീട് ഇത് പിഴിഞ്ഞല്ല, വെള്ളമൊക്കെ ചേർത്തിട്ട് പിഴിഞ്ഞല്ല നമ്മളിതിലേക്ക് ചേർക്കുന്നത്, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത് രണ്ടുമായി കഴിഞ്ഞാൽ വേഗം തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിക്കൊപ്പം തന്നെ നമ്മുടെ ഈ പുളിയും കൂടി ഒന്ന് ചേർക്കുകയാണ്. പുളിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒന്നും ചേർക്കരുത്. അപ്പോൾ ഫ്ലെയിം ഇനി മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഏകദേശം ഒരു 8 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ ഈ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. നമ്മളിതിലേക്ക് വെള്ളം ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിലുള്ള ആ വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങിക്കോളും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അടച്ച് വെക്കാനും ആരും മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി എല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. തക്കാളിയിലെ വെള്ളമൊക്കെ ഇങ്ങനെ വരികയാണ്. ഇനി കുറച്ച് സമയം കൂടി നമുക്ക് വെച്ചൊന്ന് വേവിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് സ്മാഷായി കിട്ടേണ്ടതായിട്ടുണ്ട് നമുക്ക്. ഞാൻ ഇതിപ്പോൾ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ തക്കാളിയും പുളിയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഒരുപാട് സമയമായിട്ട് ഇത് വഴറ്റേണ്ട ആവശ്യമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമായിട്ട് ഇത് വീണ്ടും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതി തന്നെ ധാരാളം മതിയാവും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂട് നല്ലതുപോലെ ഒന്ന് മാറട്ടെ. ചൂട് മാറിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയുടെ പേസ്റ്റ് എല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. ഒരു 1/4 കപ്പ് അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ്, അത് ചേർക്കാം. എരിവ് കുറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെളുത്തുള്ളി അല്ലിയും കൂടി അതും ചേർക്കുകയാണ്. ഒരു 15ഓളം വെളുത്തുള്ളി അല്ലിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. വെള്ളം ഒന്നും ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്.
ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എള്ളെണ്ണ എന്നും നല്ലെണ്ണ എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടുകെണ്ണ ആണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണ ചേർക്കുന്നതാണ് നമ്മുടെ ഈ തക്കാളി ചട്നി അച്ചാറിന് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ് കേട്ടോ, വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ നമ്മൾ നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ കടുകാണ്. കടുകിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു 10-20 അളവിൽ ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. വലുതാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ ഒരു 4 വറ്റൽ മുളകും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞു തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ എല്ലാ സമയത്തും കുറച്ചാണ് വെച്ചിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഉലുവാപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഈ ഒരു സമയം നമ്മളിത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കൂട്ടും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് നമുക്ക് ചൂടായി കിട്ടേണ്ടതായിട്ടുണ്ട്. തക്കാളിക്ക് വിലക്കുറവുള്ള സമയങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി കൂടുതലായിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒരു തക്കാളി ചട്നി അച്ചാർ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഇതിങ്ങനെ നമുക്ക് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ദോശയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ കട്ടയായി പോകും. നമ്മൾ വെളിച്ചെണ്ണ തണുത്ത് കഴിഞ്ഞാൽ കട്ടയായി പോകില്ല. അതുപോലെ ഇങ്ങനെ കട്ടയായിട്ടായിരിക്കും നമ്മുടെ ഈ ചട്നി അച്ചാർ ഇരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇത് എള്ളെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ കൂടുതൽ രുചികരവുമായിട്ടുള്ളത്. കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഈ ഒരു സമയം നമ്മൾ പുളി ഉപ്പെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ചേർത്ത് കൊടുത്ത എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എന്ത് സിമ്പിളായിട്ടാണ് നമ്മുടെ ഈ തക്കാളി ചട്നി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എയർടൈറ്റ് ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എയർടൈറ്റ് ബോട്ടിലാക്കുമ്പോഴത്തേക്കും അതൊന്നും വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിൽ വേണം, ഒരു ഗ്ലാസ് ബോട്ടിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്തിൻ്റെ കൂടെ ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഉറപ്പായിട്ടും ഇതുപോലെ ഒരു തക്കാളി ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്ക് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.